അവിടുത്തെ പദ്ധതികൾ നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അതൊരിക്കലും നിന്റെ നാശം ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ ഈ വചനം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ജീന ജോസഫ്. ഏറെ സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ചേച്ചിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹിമമായി പൊഴിയൂ, തണവായി തഴുകൂ, കടലിൻ നലപോ അരികെ അണയൂ, നിറയും മിഴികൾ, ഇടറും മൊഴികൾ, കരളിൽ നിറയും കുളിരായണയൂ. നീ സ്നേഹമൂലം വർഷമായി പെയ്യുമോ, നീ ശോഭയേറും വെണ്ണിലാവായി തെളിയുമോ. ചേച്ചി, എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് ചേച്ചിയെ അറിയാം. ഞാൻ ചേച്ചിയോട് ഒത്തിരി സംസാരിച്ചു ഇത്ര സമയം കൊണ്ടൊക്കെ. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചിയെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജീന ജോസഫ്. ഞാൻ ജോസഫ് മറിയാമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ പെൺകുഞ്ഞായിട്ട് 1971 എൻ്റെ ജനനം. അവിടുന്ന് 10 വരെ വെസ്റ്റ് ഫോർട്ടിലുള്ള സെയിൻറ്റ് ആൻസിലായിരുന്നു എൻ്റെ പഠനം. അത് കഴിഞ്ഞ് 5 വർഷം ശ്രീ കേരളവർമ്മ കോളേജിന്. അതുവരെ സാധാരണ ഒരു ജീവിതമായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ ഈ അസുഖത്തിൻ്റെയൊക്കെ തുടക്കം. രാവിൽ ഏകയായി ഞാൻ ഉള്ളുനീരും നോവുമാ, എരിയും നെഞ്ചുമായി കാത്തുനിൽപ്പൂ ആരെയോ, ഹൃദയം നിറയും കനവായി. 20 വയസ്സിൽ ശരിക്കും ജീവിതം സ്വപ്നങ്ങളൊക്കെ തുറന്നു തന്ന് നമ്മളെ പറക്കാൻ വിടുന്ന ഒരു പ്രായത്തിലാണ് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ഈ രോഗം കടന്നു വരുന്നത് അല്ലേ? അപ്പോൾ അന്ന് ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? ശരിക്കും ഞാനൊരു ഷോക്കായിപ്പോയി. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മോഹങ്ങളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. സാധാരണ ഒരു പെൺകൊച്ച് 20 വയസ്സിന് എന്തൊക്കെ ആഗ്രഹിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാനിങ്ങനെ പിന്നെ തന്നെയല്ല, എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പനെയും അമ്മേനെയും ഞാനാ നോക്കണ്ടേ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സംരക്ഷകയുടെ വേഷം ഇടായിരുന്നു. ഞാൻ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നുള്ളത് എനിക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും ഞാനിത് ശ്രീ ചിത്ര തിരുനാൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാനിത് അറിയുന്നത്. അവിടെ നിന്ന് ഇത് കേട്ടിട്ട് പിന്നെ ഞാൻ ഒന്നും സംസാരിച്ചില്ല. സാധാരണ എനിക്ക് ഈ വഴിയോര കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബസ്സിൽ ട്രെയിനിലൊക്കെ യാത്ര പോകുമ്പോൾ പുറത്തുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളത് അതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പക്ഷേ തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ട്രെയിനിൽ യാത്രയിൽ ശരിക്കും ഞാൻ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒന്നും എനിക്ക് കാണാനോ ഒന്നിനും പറ്റിയില്ല. ഇത് ഡയഗ്നോസ് ചെയ്തത്? ശരിക്കും പറഞ്ഞത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. മേ ബി എന്നുള്ളൊരു ഇതിലാണ് അവരെന്നെ വിട്ടത്. പിന്നെ എനിക്കിത് ആക്സെപ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നി അങ്ങനെയൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം എന്നോട് ദൈവം അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊരു പക്ഷേ സ്വപ്നമായിരിക്കാം. ഞാൻ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ഞാൻ സാധാ പോലെ ആയിരിക്കും എന്നൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. അന്ന് എന്തായിരുന്നു നമുക്ക് ലക്ഷണങ്ങൾ? ഇപ്പം തുടക്കത്തിൽ വേദന മാത്രമേ ഉള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ എനിക്ക് കയ്യിന് വേദന വന്നു. അപ്പം ശരിക്കും നമ്മളത് റുമാറ്റിക് ആണെന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പരീക്ഷയുടെ സമയത്തൊക്കെ ശരിക്കും നമ്മൾ ഓരോ പരീക്ഷ എഴുതി വന്നു കഴിയുമ്പോഴും അമ്മ കൈ ഒഴിഞ്ഞു തരണം. കാരണം 3 മണിക്കൂറൊക്കെ എഴുതി കഴിഞ്ഞ് വരുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അത് കുറേ ഒഴിഞ്ഞ് പിന്നെ പഠിക്കാനൊന്നും പറ്റില്ല. കാരണം ഈ വേദനയോടെ ഞാൻ ഉറങ്ങും. പിറ്റേ ദിവസം പോയി അടുത്ത പരീക്ഷ എഴുതും. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാനത് അന്ന് എഴുതിയതുകൊണ്ട് ഇന്ന് ഞാനൊരു ഡിഗ്രി ഹോൾഡറായി. അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ എഴുതില്ലായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നെ അത് കാലിലേക്ക് ആ വേദന എടുത്തു. അപ്പോൾ പിന്നെ കാലിൻ്റെ ഇതായി. പിന്നെ നമ്മൾ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണല്ലേ, എന്താ അസുഖം എന്ന് അറിയാനില്ല. കാരണം ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഓരോ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ഈശോയെ, ഈ ഡോക്ടറെ കൂടെ ഇതെനിക്ക് മനസ്സിലാക്കി തരണം, ഇത് രോഗം മാറ്റണം. കാരണം ഒത്തിരി കളിയാക്കളെ നമ്മൾ കേൾക്കേണ്ട ഒരവസ്ഥ. കാരണം നടപ്പിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ ഒത്തിരി ആൾക്കാർ ഒത്തിരി എന്താ പറയുക, വൃത്തികെട്ട കമൻസ് നമ്മൾ കേൾക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു ഏജ് ഇപ്പോഴൊക്കെയാണെങ്കിൽ നമ്മളത് ചിരിച്ചു തള്ളും. അന്നെന്ന് പറയുന്നത് ആ ഒരു ഏജിൽ നമ്മൾ ആ കമൻസ് നമ്മളെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറുക എന്നുള്ളതിനെക്കാട്ടിലും എനിക്കൊരു പ്രതികാര ചിന്തയായിരുന്നു. അവരുടെ മുമ്പിൽ മര്യാദയ്ക്ക് നടന്ന് കാണിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അല്ലാതെ കണ്ട് ഈ അസുഖം മാറി അതായിരുന്നില്ല എനിക്ക് ശരിക്കും. പ്രാർത്ഥനയും ഇതായിരുന്നു. അന്ന് എനിക്കറിയില്ല ഞാനിതൊരു പ്രതികാരത്തോടു കൂടിയുള്ളൊരു പ്രാർത്ഥനയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് എനിക്ക് തന്നെ ബോധ്യം വന്നത് ഇതൊരു പ്രതികാരത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു എന്നുള്ളത്. അതിനുശേഷം കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? കുടുംബത്തിന് ശരിക്കും ഇന്നത്തെ പോലെ അന്നും എനിക്ക് ശരിക്കും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ ആ സപ്പോർട്ടൊന്നും അന്ന് നമുക്കതുപോലെ എടുക്കാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേദന, പിന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കണില്ല. അപ്പം അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് എല്ലാതും തനിയെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അതൊന്നും എനിക്ക് നടക്കണില്ല. പക്ഷേ അന്നും ഇന്നത്തെക്കാളും അധികം അന്നും ഇന്നും എന്നെ ഒരു അതുപോലെ കാത്തിരുന്നു. ഞാനിവിടെ വന്നപ്പോ തന്നെ കണ്ടു എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരണം. അവര് എല്ലാ കാര്യം അവർ വളരെ നന്നായിട്ട് തന്നെയല്ലേ ചെയ്യുന്നുണ്ട്. അന്നും ഇന്നും ചെയ്തിരുന്നത്. അത്രയും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. ചേച്ചി ഇപ്പൊ താമസിക്കുന്നത്? ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്, രണ്ടാമത്തെ സഹോദരിയുടെ വീട്ടിൽ. ഇവിടെ ഞാനിപ്പോൾ 10-22 വർഷത്തിൽ ആളായി ഞാനിവിടെ താമസിക്കും. ചേച്ചി അമ്മയും ഇവിടെ തന്നെ? ഞാനും അമ്മയും ഇവിടെ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ടേ എന്നെ കണ്ടും എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു. ചേച്ചിയുടെ മക്കൾ. അപ്പോൾ അവർക്ക് ശരിക്കും ഞാൻ ശരിക്കും അവർ നന്നായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. കുഞ്ഞിന് ഞാൻ ഓർക്കുന്നുണ്ട്, അവർക്ക് എന്നെ പൊക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഞാനും കടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളും ഒരുമിച്ച്, ഇപ്പോൾ മൂത്ത ആൾക്ക് 9 വയസ്സാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് എന്നെ പൊക്കും. ആ പൊക്കണതിൻ്റെ കൂടെ അവർക്കൊരു ഇതും പറയും, ഒത്തുപിടിച്ചാൽ ആനയും പോരും എന്നല്ല അവർ പറയും, ഒത്തുപിടിച്ചാൽ മാമയും പോരും. അല്ല, പക്ഷെ ചേച്ചിയുടെ ജീവിതം അല്ലെങ്കിൽ ചേച്ചിയുടെ പ്രസൻസ് തന്നെ അവർക്കൊരു അനുഗ്രഹമാണ് അല്ലേ? ഇന്ന് അവര് എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ അതിൽ ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അവരത് വളരെയധികം പറയുന്നൊരു കാര്യമാണ്. പിന്നെ പരീക്ഷകൾ, അവരുടെ ജീവിതത്തിൽ പ്രധാന കാര്യങ്ങളൊക്കെ വരുമ്പം അവരത് എൻ്റെ അടുത്ത് പറയും, പരീക്ഷയ്ക്ക് കറക്റ്റ് ഞാൻ രൂപത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിക്കൊള്ളണം എന്നുള്ളതാണ്. കാരണം അവരുടെ അമ്മയ്ക്ക് പറ്റില്ല, ചേച്ചി സ്കൂളിൽ പോകണം, പിന്നെ വീട്ടിൽ ജോലികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ രൂപത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോണുകളായിരിക്കാം. അങ്ങനെ നമ്മൾ ഇരുന്നിട്ടില്ലെങ്കിൽ അവർക്കത് പരീക്ഷ കൊള്ളായിട്ടുണ്ടാവും. അവർ തീർച്ചയായിട്ടും വന്നിട്ട് പറയും, മാം ഇന്ന് ഇരുന്നിട്ടില്ല അല്ലേ എന്ന്. അപ്പോൾ ശരിയാണ്, ഇരുന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്കറിയാം മരുന്നുകൾക്ക് ചേച്ചിയുടെ ജീവിതത്തിൽ ചെറിയ പ്രാധാന്യം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചേച്ചിനെ എപ്പോഴെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ടാവാം, ഇൻഫ്ലുവൻസ് ചെയ്ത നഴ്സുമാരുണ്ടാവാം. അങ്ങനെ ഒരു മെഡിക്കൽ സയൻസിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ചേച്ചിയുടെ? തിരുവനന്തപുരത്ത് ശരിക്കും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവരൊക്കെ വളരെ നന്നായിട്ടായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തിരുവനന്തപുരത്ത് പോവുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂരൊരു ഡോക്ടറെ അടുത്ത് ചെന്നു. നമ്മളവിടെ ചെന്ന് നമ്മൾ വേറെ ഇതൊന്നുമല്ല, പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമുക്കൊരു അഡ്വൈസ് ഒരു അഡ്വൈസ് എന്നുള്ളത് നല്ല ഹോസ്പിറ്റലിൻ്റെ പേരോ ഡോക്ടറുടെ പേരോ പറയുന്നില്ല. അപ്പം അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഒത്തിരി ഇതായിട്ട് എനിക്കൊത്തിരി ഹെർട്ട് ചെയ്തു. കാരണം അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ എന്നോട് ചോദിച്ചു, താൻ എഡ്യൂക്കേറ്റഡ് അല്ലേ, പിന്നെ എന്തിന് ഈ ഒരു ഇതും കൊണ്ട് നടക്കണം, തൻ്റെ റിപ്പോർട്ട്സൊക്കെ വായിച്ചു നോക്കിയത് എനിക്ക് മനസ്സിലാവില്ലേ, പിന്നെ എന്തിനിങ്ങനെ മറ്റുള്ളവരെ, കാരണം എൻ്റെ അപ്പനും അമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ മറ്റും നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വെച്ച് ഞാനൊന്നും പറഞ്ഞു, ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, വേറെ ഒന്നുമല്ല, എനിക്കറിയാം എൻ്റെ അസുഖത്തിനെ പറ്റി, പക്ഷേ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ
എന്നെ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടാവണം എന്ന് തോന്നി, അതുകൊണ്ട് വന്നതാകുമ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലേ? ശരിക്കും വല്ലാതെ എന്നെ ഹേർട്ട് ചെയ്തതാണ്. അതേസമയം ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണുന്നുണ്ട്. ആ ഡോക്ടർ ഒത്തിരി സപ്പോർട്ടായിട്ട് തന്നെ എൻ്റെ അടുത്ത്. കാരണം എനിക്ക് ഒത്തിരി മരുന്നുകളുടെ ആവശ്യമുണ്ട്. കാരണം വയറ്റിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ചേച്ചി മെഡിസിൻ എടുക്കണം. ഷുഗറൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ ഗോൾഡ് സ്റ്റോൺസ്, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിനൊക്കെ മരുന്നെടുക്കണം. പിന്നെ ഈശോയുടെ വൈദ്യശാസ്ത്രം ചേച്ചി ഒത്തിരി സഹായിക്കുന്നുണ്ടല്ലേ? അല്ല, ഒന്ന് നമുക്ക് ബോധ്യമുണ്ട്, ഈശോ അറിയാതെ എല്ലാതും ഈശോ അനുവദിക്കണം എന്നില്ല. പക്ഷേ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ച കാര്യങ്ങളെല്ലാം ഈശോ അറിഞ്ഞിട്ടുണ്ട്. ചേച്ചി ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ എത്ര നാളെടുത്തു? എങ്ങനെ എന്നോട് പൊരുത്തപ്പെട്ടത്? ഈ യാഥാർത്ഥ്യം അത്ര എളുപ്പമൊന്നുമല്ല നമുക്കിത് പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ 20 വയസ്സ് വരെ സാധാരണ ഒരു ജീവിതം നയിച്ചു. പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവണില്ല, നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്നുള്ളത് ഓർക്കണില്ല. അപ്പം അന്നേരമൊക്കെ നമുക്ക് എഴുന്നേക്കാം. പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേക്കുന്നതോട് കൂടി ഞാൻ വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് വീണെടുത്തുനിന്ന് താഴെ എഴുന്നേക്കാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി പേരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ ദൈവം അറിഞ്ഞു തന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും അത് നമ്മൾ സമ്മതിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നന്ദി പറയാൻ അത്ര എളുപ്പമൊന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ അല്ലേ? ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സുഖത്തിന് നന്ദി പറഞ്ഞത് ഒരു 15 വർഷം മുമ്പ് എൻ്റെ അപ്പൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പൻ ക്യാൻസറായിരുന്നു. അപ്പം മരിക്കുന്നുള്ളത് നമുക്കറിയാം. നന്നായിട്ട് നമ്മൾ ഒരു 2-2.5 ആഴ്ച നമുക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും നന്നായി നമ്മൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എന്ന് പറയുന്നത് അപ്പൻ ആ സമയത്തൊന്നുമല്ല, എനിക്ക് ഈ അസുഖം വരുന്നതിന് മുമ്പൊക്കെ ഒത്തിരി നിരീശ്വരവാദിയായിരുന്നു ശരിക്കും. അപ്പം അതിൽ നിന്ന് ഈ ഒരു അസുഖമാണ് അപ്പനെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. അതെനിക്ക് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അപ്പം പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ചേച്ചിയുടെ ചാച്ചനെ ഈശോയുടെ അടുത്ത് എത്തിക്കാനായിരിക്കാം ചേച്ചിക്ക് അസുഖം വന്നത്. അതൊക്കെ ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. കാരണം നമ്മൾ അതിന് മുമ്പൊക്കെ പറയണ നന്ദികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് അന്ന് അപ്പൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിലിരുന്ന് ഞാൻ നന്ദി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇന്നപ്പം എനിക്ക് ഉറപ്പുണ്ട് അപ്പൻ സ്വർഗത്തിലെത്തിയോ ഇല്ലേ എനിക്കറിയില്ല, പക്ഷേ ഈശോയുടെ അടുത്തിട്ടുണ്ട് എന്തായാലും. ഹിമമായി പൊഴിയൂ, തണവായി തഴുകൂ, കടലിൻ നലപോ അരികെ അണയൂ, നിറയും മിഴികൾ, ഇടറും മൊഴികൾ, കരളിൽ നിറയും കുളിരായണയൂ. നീ ചേച്ചി, ഇന്നത്തെ ലോകത്ത് ശരിക്കും നമ്മൾ ചുറ്റിനും നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും മനസ്സ് മടുത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആത്മഹത്യയെ പറ്റി വരെ പോലും ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ ഒരു സമൂഹത്തിൽ ചേച്ചി ശരിക്കും ഒരു കരുത്തുറ്റ മാതൃകയാണല്ലേ? എനിക്കറിയാം ചേച്ചിക്ക് ഒരു മുടി നെറ്റിയിൽ വന്ന് വീണ അത് സ്വന്തമായിട്ട് മാറ്റാൻ പോലും ബുദ്ധിമുട്ടാണ്. അതൊക്കെ എന്തോരം ഇറിറ്റേഷൻ ഒരാളിലുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്തോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ആദ്യകാലങ്ങളിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ സമയത്ത് ഞാനും ഈ ഒരു അറ്റംപ്റ്റ് നടത്തണം എന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ്. കാരണം മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീരും. ഞാൻ പറഞ്ഞില്ലേ, സംരക്ഷയുടെ വേഷം മാറി സംരക്ഷിക്കപ്പെടേണ്ടവളെന്ന് എനിക്കത് ഡിപ്പെൻഡഡ് ആവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് ജോലി ചെയ്തിട്ടും മറ്റുള്ളവരെ പറ്റിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ ശാന്തമായി ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് മാറി അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസമായി. ഞാനും ഈ ഒരു അറ്റംപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു. അന്ന് ശരിക്കും ദൈവത്തിന് എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഇന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അന്ന് എൻ്റെ കസിൻ്റെ ഒരു കല്യാണം, അന്നാണ് ഞാനിതിനൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത്. കാരണം എല്ലാവരും പോവും, ഞാൻ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം ആ സമയത്ത് ഈ ചേച്ചിയുടെ മക്കളും
മൂത്ത ചേച്ചിയുടെ അവരെന്ത് ചെയ്താൽ പോവാൻ കൂട്ടാക്കില്ല. അവരെൻ്റെ കൂടെ അവിടെ ഇരുന്നു. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. അവർ തൃശ്ശൂർ വീട്ടിലെത്തിയതേ ഇവരെല്ലാം ഡ്രസ്സൊക്കെ മാറി എൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോക്ക്, അവിടെ അങ്ങനെ ഉണ്ടാവും, കുറേ പറഞ്ഞു നോക്കി. പക്ഷെ അവർ പോകാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അത് അവര് ദൈവത്തിന്റെ മാലാഖമാരാണ്. അല്ല, ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കെത്തി. അത് തന്നെ. പിന്നെ ആ ഒരു ചിന്ത തന്നെ എത്ര വിഡിത്താണെന്നും നമ്മുടെ ലൈഫ് എന്ന് പറയണത് എത്ര പ്രഷ്യസ് ആണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കി. അത് ശരിക്കും പറയുകയാണെങ്കിൽ പാരൻസിൻ്റെയാണ് അത് ഞാൻ പറയുള്ളൂ. ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് എല്ലാം നേടിക്കൊടുത്ത് ശീലിപ്പിക്കണ ഒരു തെറ്റായ കാര്യം. അതുപോലെ ഈശോയിനെ കൊടുക്കുന്ന കാര്യത്തിലുള്ള വരുന്ന വീഴ്ച, ഇതാണ് ഇതിൻ്റെ കാര്യം. ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഒരു കാര്യം നോ പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞ് കരഞ്ഞാലോ എന്നുള്ളതാണ്. കുഞ്ഞിലായിരിക്കുമ്പോൾ കൊച്ചു ആവശ്യങ്ങളുള്ളൂ. വലുതാവും തോറും അവർക്ക് വലിയ വലിയ കാര്യങ്ങളായി. അന്നേരം ഇവർക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചാൽ ഇതിലേക്ക് എത്തില്ലേ ഇന്നത്തെ ലോകത്തിലേക്ക്, നല്ലൊരു ലൈഫിലേക്ക് എത്തും. പിന്നെ ഈശോനെ കൊടുത്ത് വളർത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്തിനും മതിയായവൻ ഈശോയാണെന്നുള്ളൊരു ബോധ്യം അത് പ്രഗ്നൻസി തൊട്ട് കൊടുക്കണം എന്ന് ഞാൻ പറയും. അല്ല, ശരിക്കും ഇന്ന് ഇപ്പോൾ ചേച്ചിയെ ശ്രവിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം ഇത് ഹൃദയത്തിൽ ഏറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ ഈശോയെ കൊടുക്കേണ്ട പ്രായത്തിൽ ഈശോയെ തന്നെ കൊടുക്കണം. അതിന് പകരമാവില്ല ഒന്നും. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ചേച്ചിയുടെ വാക്കുകളും ഇന്നിത് തന്നെയാണ് കേട്ടോ. ഇനി വിധിയെ തോൽപ്പിച്ച്, അല്ലേ, വിധി എന്ന് പറയുന്ന കാര്യം ചേച്ചിയോട് പറഞ്ഞത് ചേച്ചിക്ക് 30 വയസ്സ് വരെ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷെ ഇന്ന് ചേച്ചിക്ക് 48 വയസ്സുണ്ട്. എനിക്ക് അടുത്ത ചൊവ്വാഴ്ചക്ക് 52 തികയും. 52 സോറി, അപ്പം എനിക്ക് തെറ്റി. 52 വയസ്സ് തികയാൻ പോകണം. അപ്പം വിധിയെ തോൽപ്പിച്ച് ചേച്ചി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ പാതയിൽ, ഈ യാത്രയിൽ എന്നാണ് ചേച്ചി ഈശോയെ കണ്ടുമുട്ടിയത്? എനിക്ക് ചെറുപ്പം തൊട്ടേ ഈശോയുടെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പെൺമക്കളാണ്. പിന്നെ ചേച്ചിമാർ 2 പേരെ കല്യാണം കഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് വന്നു കഴിഞ്ഞാൽ പറയാൻ, നമ്മുടെ ഒരു പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ പറയാൻ ആളില്ല. അപ്പോൾ ആ സമയത്ത് ചേച്ചി എനിക്കൊരു ഫോട്ടോ ഈശോടെ തന്നിട്ടുണ്ടായിരുന്നു, ഈ കാസിം പീലാസിയൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഫോട്ടോ ഞാൻ കട്ടിലും വന്ന് കാണാവുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായി. അതിന് ഞാൻ വന്ന് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും അന്നുണ്ടായത്, അധികവും നമ്മളെ കളിയാക്കിയതും, പിന്നെ നീ വലിയ ഭക്തിയല്ലേ, പിന്നെന്താ നിൻ്റെ ഭക്തിയും പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് മര്യാദക്കൊരു ഡോക്ടറെ കണ്ട് നടക്കാൻ നോക്കുക, ഇത് അങ്ങനെ കുറേ ഇതുകളാണ് നമ്മൾ കേൾക്കുക അധികം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരൊക്കെ പല ഇതുകളല്ലേ, നമ്മൾ വീണിട്ടൊക്കെ ആവും ചിലപ്പോൾ വരുന്നുണ്ടാവുക. ആ വരുമ്പോൾ നമ്മൾ എടുക്കലുകളിൽ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ ഒത്തിരി സങ്കടമായിട്ടാണ് വരുന്നുണ്ടാവുക. ഇതിപ്പോൾ പറഞ്ഞാൽ അമ്മയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പം ഞാൻ കണ്ട ഇത് തന്നെ, ഈ ഈശോയുടെ പടത്തിൽ നോക്കിയിട്ട് ഞാനിത് മുഴുവൻ പറയും. അന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ എന്നെ കളിയാക്കിയതും ദേഷ്യവും. അപ്പം ശരിക്കും ഇപ്പോൾ വേണമെങ്കിൽ ഞാനത് ശ്രദ്ധിക്കും, ഈശോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അത് സങ്കടമാവണുണ്ടോ, എന്താ ഉണ്ടാവണേ എന്നൊക്കെ ഞാൻ അന്ന് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഞാൻ സുഖമായിട്ട് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. അങ്ങനെ അന്ന് തൊട്ടേ എനിക്ക് ഈശോ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. കാരണം എന്ത് പറഞ്ഞാലും കേൾക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വന്ന് ചീത്ത പറയാം. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വ്യക്തികൾ തന്നെയായാലും അവരും ഇതുപോലെ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മൾ ആ സമയത്ത് ഓർക്കില്ല. നമുക്ക് വായത്തോന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ദേഷ്യം വരും, അവർക്ക് വിഷമവും സങ്കടവും അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ഇതെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അപ്പോഴത്തെ പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, ഒരു സോറി അവിടെ തീർന്നു. ശരിയാ. ഇന്ന് അനേകം പേരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ് ചേച്ചി, ഒരാശ്വാസമാണ്. ഇതിനേക്കാളെല്ലാം ഉപരി ഒത്തിരി പേർക്ക് ചേച്ചിയുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുന്നുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറുന്നത്? കാരണം സ്വയം നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറാൻ സാധിക്കുന്നത്?
ആദ്യങ്ങളിലൊക്കെ ഞാൻ ശരിക്കും എന്നിലേക്ക് തന്നെ നോക്കി എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേതെന്ന് വെച്ച് നിൽക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് ആർക്കും വരാനോ നമ്മളോട് സംസാരിക്കാനോ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നിട്ട് നമുക്ക് മറ്റൊരാൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ എന്ത് ചെയ്യാം എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ഒരു കത്തെഴുതി ഒരാളെ ആശ്വസിപ്പിക്കാനോ, അല്ലെങ്കിൽ അന്ന് മൊബൈൽ ഫോൺ അത്രയില്ല, നമുക്ക് ലാൻഡ് ഫോൺ വേണം. അപ്പോൾ ആ റിസീവർ ഓടിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും എന്നിലേ ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, എനിക്ക് ഇനി പറ്റിയ എന്താ, നന്നായിട്ടൊന്ന് ചിരിക്കാം. അത് ചെയ്യാലോ. അപ്പോൾ കടന്നവരോടൊക്കെ ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഈ മുഖം വീർപ്പിച്ചിരിക്കുന്ന രീതി മാറ്റി ഞാൻ ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ ഒത്തിരി കടല് പോലെ സങ്കടങ്ങളുണ്ട്, എനിക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അത് ഒത്തിരി പേർക്ക് അത് ഇൻസ്പിറേഷനായെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നന്നായി സംസാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യങ്ങളിലൊക്കെ അങ്ങനെ സംസാരിക്കാൻ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. ഞാൻ അധികം സംസാരിക്കില്ല, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എനിക്ക് ബാക്കിയുള്ളത് അതാണ്, നന്നായി സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അതങ്ങ് ഉപയോഗിക്കാം. അപ്പം ഞാനത് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ പലരും എന്നോട് പറയാൻ തുടങ്ങി, ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ എൻ്റെ മുഖം ഓർമ്മ വരും. അപ്പോൾ ഈ ചിരിച്ച മുഖം കാണുമ്പോൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുന്നു. അപ്പോൾ എനിക്കൊരിത്തിരി സന്തോഷമായി. അപ്പോൾ ഞാൻ വേഗം ഈശോയുടെ അടുത്ത് നന്ദി പറഞ്ഞു. കാരണം അത് ഈശോയുടെ ആണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ എന്നെ മാറ്റി നിർത്താൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇതുപോലെയുള്ള ഒത്തിരി വേദനിക്കുന്ന വ്യക്തികളിലേക്ക് എൻ്റെ നമ്പറുകൾ എത്താനും അവർ വിളിക്കാനും തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാനിത് എടുക്കാൻ ഒത്തിരി സമയങ്ങളെടുത്തു. അതുകൊണ്ട് നമ്മളിലേക്ക് നോക്കാതെ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മൾ കാണണം, നമുക്ക് അവരെന്ത് ചെയ്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കണോ അതുപോലെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിപ്പോൾ നമുക്ക് ഫിസിക്കലി നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് ചിരിക്കാം, ഒരു സന്തോഷം അവർക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് സന്തോഷം തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കണം. അങ്ങനെ പിന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പുഞ്ചിരിക്കാൻ പറ്റുന്നത് നന്നായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, ഇത് ദൈവം തന്നതാണെന്നുള്ളൊരു ബോധ്യം. ഇതെൻ്റേതല്ല, ദൈവം തന്നതാണ്. മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കണം. എങ്കിലേ ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനെന്ന് ഉള്ളതുപോലെ എടുക്കും. അപ്പൊ എനിക്ക് ഉള്ളത് ഇതാണ്, ഞാൻ മാക്സിമം മറ്റുള്ളവർക്ക് കൊടുക്കും അല്ലേ? മാക്സിമം ഉപയോഗിക്കുക. ഇനിയും അങ്ങോട്ട് ചേച്ചിയുടെ ശബ്ദവും ചേച്ചിയുടെ പുഞ്ചിരിയും ഒത്തിരി പേരുടെ ലൈഫിൽ വെളിച്ചം വീശട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സന്തോഷം. ഈശോ അറിഞ്ഞ ജീവിതം, മാതാവ് തൊട്ടനുഗ്രഹിച്ച ജീവിതം, ചേച്ചിയുടെ കയ്യിൽ മുറുകിക്കിടക്കുന്ന കൊന്ത പോലെ ഈശോയുടെ നെഞ്ചിൽ ചേച്ചി കിടന്നുകൊണ്ട് ഈശോയെ നോക്കുമ്പോൾ ഈശോ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, ജീന നീ എൻ്റെയാണ്. നമുക്കും ചേച്ചിയെപ്പോലെ എന്നും ഈശോയുടെ നെഞ്ചത്ത് ചേർന്ന് കിടക്കാം. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പ്രാർത്ഥനയോടെ ഈശോയുടെ ഒത്തായിരിക്കാം.